എന്തിനാ പോണേന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് ഞാൻ ഇവരെല്ലാം വിളിച്ച് കൂട്ടിയിട്ടുള്ളത്. പിന്നെന്താണ്, അവിടെ ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, മലപ്പുറം ചമ്മാട് ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലൊക്കെ കയറാമെന്നൊക്കെ വിചാരിച്ചു. ആൻഡ് ഈ ഒരു ദിവസം ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ. പ്ലസ് ഒരു ഇഷ്ടപ്പെടാത്ത ഒരു ദിവസം കൂടി ആയിരുന്നു. കാരണം ഡ്രസ്സ് എടുക്കാൻ വന്ന ഈ ഒരു ഷോപ്പിൽ കിലോ ഡ്രസ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ്, എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുമ്പോൾ ഐ ഡിഡൻറ്റ് ലൈക്ക് ഇറ്റ് ഗൈസ്. ആൻഡ് എന്താ പറയുക, ഞാനങ്ങനെ ഇവിടുന്ന് ഒരു ഡ്രസ്സും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഉമ്മാൻ്റെ അനിയത്തി 2 മറ്റും എടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആൻഡ് ഇവിടെ ഭയങ്കര ഈ ഒരു ഡേ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എന്താ പറയുക ഹൊറിബിൾ ആണെങ്കിലും അറ്റ് ലാസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പീസ്ഫുള്ളായിട്ടും മെമ്മർഫുള്ളായിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. ഇറ്റ് വാസ് വണ്ടർഫുൾ ഗൈസ്. സോ പ്ലീസ് വാച്ച് ടിൽ ദ എൻഡ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ അമ്മായിൻ്റെ പേരേക്ക് വന്നു. അപ്പോൾ ഇവരുടെ വീട് അവിടെ ചമ്മാടാണ് കേട്ടോ. അപ്പം അങ്ങനെ വന്നു. അങ്ങനെ ഇവിടെ നിന്ന് ജസ്റ്റ് വന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോവാൻ വിചാരിച്ചായിരുന്നു. ആൻഡ് ഇവിടെ വന്നതായി തിങ്ക് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡിസിഷൻ ഗൈസ്. ആൻഡ് പിന്നെ അവിടുന്ന് ഞങ്ങൾ വേറെ ഷോപ്പിലോട്ട് പോയി. കാരണം മറ്റേടത്തുനിന്ന് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ മിറർ കണ്ടാൽ നമുക്ക് അങ്ങോട്ട് ഇളകും മൊത്തത്തിൽ. ആൻഡ് ഇതെൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഇവരെല്ലാം നമ്മളെ കുടുംബം തന്നെ എല്ലാം നമ്മളെ തന്നെയാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഷോപ്പിലോട്ട് വന്നു. ആൻഡ് ഞാൻ വേണ്ടത് എനിക്ക് ഭയങ്കര ബഡ്ജറ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്. എൻ്റെ ബഡ്ജറ്റിൻ്റെ അടുത്തോട്ട് പോലും ഇവിടെ കുറേ ഡ്രസ്സ് വന്നിട്ടുണ്ടായില്ല. ആൻഡ് ഞാൻ എന്താക്കി, ഇവളെ ഏൽപ്പിച്ചു എനിക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്ലോത്ത്സാണ് വേണ്ടത് എന്ന്. ആൻഡ് എൻ്റെ ക്ലോത്ത്സിൻ്റെ ഒരു ടൈപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇങ്ങനത്തെ രീതിക്ക് വേണം, അങ്ങനത്തെ രീതിക്ക് വേണം എന്നൊക്കെ കുറേ റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പാവം പെണ്ണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തരുമായിരുന്നു. ആൻഡ് വേറെ എന്താ പറയാൻ എന്ന് വെച്ചാൽ, പിന്നെ അവിടുന്ന് ഞാൻ 3-2 ടോപ്പൊക്കെ എടുത്ത്, എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ടോപ്സ് ലൈക്ക് ഇങ്ങനെ ഈ കഫ്താനിയൊക്കെ മോഡൽ, കഫ്താനിയല്ല അങ്ങനത്തെ എടുത്ത് കിട്ടുക. ആൻഡ് ഞാൻ ഇത് ട്രെയിൽ റൂമിൽ നമ്മൾ കയറി. ഈ ട്രെയിൽ റൂമിൽ നിന്ന് നമ്മൾ ക്യാമറ എടുക്കാൻ പാടില്ല, ഐ ഡോണ്ട് നോ ഗൈസ്. ബട്ട് അങ്ങനെ ഞാൻ 2-3-4 ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു. ഈ ഒരു ഡ്രസ്സിൻ്റെ ക്ലോത്തൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായില്ല. ആൻഡ് എന്ത് ചൂടാണ് മക്കളെ, ചൂടെന്ന് പറഞ്ഞാൽ അടിപൊളി ചൂടായിരുന്നു. ആൻഡ് ഞാനൊരു 3-4 ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു കൂട്ടാം. ആൻഡ് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ആൻഡ് അങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്തു, അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി. പിന്നെ വീണ്ടും അമ്മായിൻ്റെ പേരേക്ക് ഞങ്ങൾ വന്നു. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അമ്മായിൻ്റെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെ നെട്ടിച്ചു കൊണ്ട് നമ്മളെ അമ്മായിൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അതായത് എൻ്റെ കസിൻ്റെ ഇവളുടല്ല കേട്ടോ. അപ്പോൾ ഓ മൈ ഗോഡ്, എന്തോ അറേബ്യൻ സ്റ്റൈൽ എന്തോ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ടേസ്റ്റി ഗൈസ്. എനിക്ക് അത് ഞാൻ ഫിലിം ചെയ്തണോന്ന് അറിയില്ല. ആൻഡ് ഈ ഒരു സമയമാകുമ്പോഴേക്കും എൻ്റെ ഫോൺ ചത്തിയിരുന്നു. പിന്നെ ഒക്കെ ഇവരുടെ ഫോണിലാണ് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ കസിൻ തന്നെ ഫുഡ് കഴിക്കുന്ന സമയം ഞാൻ വീഡിയോ എടുക്കാനേ അങ്ങോട്ട് വിട്ടുപോയി. ആൻഡ് അതിന് കുറേ പരാതി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിന് ആ മറ്റേ കിലോക്ക് അങ്ങനെ കിട്ടുന്ന ഡ്രസ്സെന്ന് പറഞ്ഞ് ആ സ്ഥലത്ത്. അവിടെ തീരെ കളക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടതില്ലായിരുന്നു. ആൻഡ് ഞാൻ 2 എടുത്തപ്പോഴേക്കും അങ്ങോട്ട് പൈസ അങ്ങോട്ട് അടിച്ച് കയറുന്നല്ലേ. അപ്പോൾ എനിക്ക് തീരെ പോയിട്ടാണ്. ഈ പെണ്ണിന് ആ പെണ്ണിനാണെങ്കിലോ ഒരു ഡ്രസ്സും വല്ലാണ്ട് ഇഷ്ടപ്പെടണമില്ല. ആൻഡ് നമ്മൾ ഡ്രസ്സ് എടുക്കുക തപ്പുക അങ്ങനെയൊക്കെ ഭയങ്കരമായിരുന്നു. പിന്നെ ഇവിടെ മിഠായി തെരുവ് എന്നൊക്കെ പേരുള്ള ഈ ഒരു കടയ്ക്ക് വന്നപ്പോൾ ഇങ്ങനെ 3 എടുത്താൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്, പിന്നെ ബിൽ കൗണ്ടറിലോട്ട് വന്ന സമയം അത് അങ്ങനെയല്ല പോലും അങ്ങനെ പറഞ്ഞു. ആൻഡ് അവിടെ നിന്ന് എല്ലാവർക്കും നല്ല ദേഷ്യം പിടിച്ചിന്. കാരണം എടുത്ത സമയം സെയിൽസ് വുമൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഓക്കെയാണ് അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ഇവിടെ ബിൽ കൗണ്ടറിൽ വന്നപ്പോൾ ഇത് 3 അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ ചൊറയായിരുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും അമ്മായിൻ്റെ വീട്ടിൽ പോയി
അവിടുന്ന് അവിടെ വീട്ടിലെ അടുത്തുള്ള ഒരു പാടത്തിലോട്ട് വന്നിട്ട് ഗൈസ്, ഞാൻ പാടെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇറ്റ് വാസ് എന്താ പറയുക, ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര കാറ്റായിട്ട് പീസ്ഫുള്ളായിട്ടുള്ളൊരു പാടമായിരുന്നു, വലിയൊരു പാടമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്നതിന് ശേഷം സ്ഥലം മാറി കിടന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു എനിക്ക് രാത്രിയൊന്നും തീരെ ഉറക്കം കിട്ടാറില്ല കേട്ടോ. അതിൻ്റെ കണ്ണിൽ നല്ലോണം കാണുന്നുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചണോന്നറിയില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീട്ടിൽ എന്നിട്ട് ഞങ്ങൾ ബസ് കയറി കണ്ട് തിരിച്ചങ്ങോട്ട് പോവാണ്. അപ്പോൾ ഒരിക്കലും പോകുന്നുണ്ട്. നാളെ ഞങ്ങൾ കണ്ണൂർക്കാണ് പോകണം. ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.